അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നത് ഹിന്ദു സമൂഹത്തോടുള്ള അവഹേളനമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ക്ഷേത്രത്തിലുള്ളത് RSSന്റെയും BJPയുടേതുമല്ല. ജനാധിപത്യത്തിന് പള്ളിയിൽ പോകുന്നത് എതിരല്ല, ക്ഷേത്രത്തിൽ പോകുന്നതാണോ എതിരെന്നും വി മുരളീധരൻ ചോദിച്ചു. ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ്സുകാര് വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കോൺഗ്രസ് ഇത്തരം ഒരു നിലപാടെടുക്കുന്നത് 4 വോട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള വില കുറഞ്ഞ നടപടി എന്നുള്ളതിനപ്പുറത്ത് മറ്റേതെങ്കിലും സമൂഹത്തെ ഭയന്നുകൊണ്ടാണോ മറ്റേതെങ്കിലും സംഘടനയെ ഭയന്നുകൊണ്ടാണോ എന്നുള്ളത് വ്യക്തമാക്കണം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ആരെങ്കിലും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നവരായിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലുള്ള ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പള്ളി പോകുന്നതിന് ജനാധിപത്യം എതിരല്ല, അമ്പലത്തിൽ പോകുന്നതിന് ജനാധിപത്യം എതിരാണെങ്കിൽ അതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ദിവസം ജോസഫ് മാഷയുടെ കൈവെട്ടിയ പ്രതിയെ ഇന്റർപോൾ അടക്കം അന്വേഷിക്കുന്ന ഒരു പ്രതി കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള മട്ടന്നൂരിൽ 13 വർഷം ഒളിവിൽ താമസിച്ചു എന്ന് പറയുമ്പോൾ അത് അയാളുടെ മിടുക്കാണ് എന്നെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പകരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികളോടുള്ള മൃദു സമീപനവും ഭീകരവാദികളുമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രഹസ്യബന്ധവും ആ രഹസ്യബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.